ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSLC അതുപോലെ തന്നെ +2 പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടിപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു അല്ലേ. അതായത് ഇപ്പോൾ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാർച്ച് 1-ാം തീയതി മുതൽ നമ്മുടെ മോഡൽ പരീക്ഷകൾ തുടങ്ങുകയാണ്. അതിനുശേഷം മാർച്ച് 17-ാം തീയതി മുതൽ നമ്മുടെ പബ്ലിക് എക്സാംസും തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷാ ഒരുക്കം എവിടം വരെ എത്തി എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു സമയം കൂടി വന്നിരിക്കുന്നു അല്ലേ. വിരലിലുണ്ടാവുന്ന കുറച്ച് ദിവസങ്ങൾക്കകം പരീക്ഷ എഴുതാൻ പോകേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ 2.5 മാസം കൊണ്ട് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തന്നെ നിങ്ങളുടെ പരീക്ഷ ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ പഠിച്ചു തുടങ്ങിയത്. എന്നാൽ പരീക്ഷ തൊട്ടടുത്തെത്തിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അതായത് നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ പഠനമെല്ലാം കഴിഞ്ഞു, പഠിച്ചെല്ലാം കഴിഞ്ഞു, നിങ്ങളിതുവരെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ. അങ്ങനെ എല്ലാം പഠിച്ചു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട്. എന്നാലും അവർക്കും ടെൻഷനാണ്. അതോടൊപ്പം തന്നെ എങ്ങനെ ഞാൻ പരീക്ഷ എഴുതും, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും പഠിച്ചു കഴിഞ്ഞില്ലല്ലോ, എനിക്ക് നല്ലൊരു മാർക്ക് ലഭിക്കാൻ സാധ്യതയില്ലല്ലോ, ബുക്സൊക്കെ നോക്കിയിട്ട് ഒന്നും എനിക്കിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ കരുതുന്ന കുട്ടികളും ഈ ഒരു കൂട്ടത്തിലുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് പരീക്ഷ എഴുതണം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മോഡൽ പരീക്ഷയുണ്ടല്ലോ. മോഡൽ പരീക്ഷ തന്നെ എഴുതി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു ധാരണ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പരീക്ഷയെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചത്. അല്ല എങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം ഇനി പിന്നെ പഠിക്കാം, നാളെ പഠിക്കാം, അങ്ങനെ മാറ്റി വെച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കാത്തത്. എന്നിരുന്നാൽ കൂടി പോയൊരു സമയത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. അതായത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നത് കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി പരീക്ഷയെ സമീപിക്കുക. അപ്പം എന്നിരുന്നാൽ മാത്രമേ പഠിച്ച കാര്യങ്ങളെങ്കിലും, നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പഠിച്ച കാര്യങ്ങളെങ്കിലും നമുക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഇതുവരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ, അതുപോലെ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങളത് റിവൈസ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഈ 2.5 മാസം മുൻപായിരിക്കാം ആദ്യത്തെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ചിലപ്പോൾ എല്ലാ പോയിന്റ്സും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ആ സ്റ്റഡി നോട്ട്സ് ഉപയോഗിച്ച് നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഇല്ല എങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിവിഷൻ നന്നായിട്ട് നടത്തിയാലാണ് ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം ചെയ്യാനാവുക. അതോടൊപ്പം തന്നെ പിന്നീട് പഠിക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ കുറച്ച് പോർഷൻസ് വിട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം പരീക്ഷയ്ക്ക് മുൻപ് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് ഒത്തിരി ഭാഗങ്ങൾ ഇതുപോലെ പഠിക്കാനുണ്ട്, ഒത്തിരി ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വിചാരിക്കുക ഇനിയുള്ള 5-6 ദിവസം കൊണ്ട് ഇതെല്ലാം എനിക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കാതിരിക്കുക. പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതോടൊപ്പം പഠിക്കാനുള്ള ഭാഗങ്ങൾ സാധിക്കുന്നത് പോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫോക്കസ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ തന്നെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ, ടെൻഷൻ അടിക്കാതെ പറ്റുന്നത് പോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പ് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം HSS ലൈവിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ പുതിയ പരീക്ഷാ രീതി എങ്ങനെയായിരിക്കും എന്നത് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും നൽകിയിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും എല്ലാം തീർച്ചയായിട്ടും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. കാരണം എന്താ, നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ളതാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കും.
അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടും അതുപോലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണമെന്നും ഇതുപോലെയുള്ള എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഏകദേശം ധാരണ ലഭിക്കും. ഇനി പരീക്ഷാ സമയത്ത് നിങ്ങൾ അവിടെ എങ്ങനെ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നു അതിനും വളരെ പ്രാധാന്യമുണ്ട്. ഒരുപാട് കുട്ടികൾ എഴുതുന്ന പരീക്ഷകളാണിത്. നമ്മുടെ പൊതുപരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ പേപ്പർ നോക്കുന്ന ടീച്ചറിന് നിങ്ങൾ അറിയണമെന്നില്ല അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട് നിങ്ങളുടെ കണ്ടൻസ് പരീക്ഷാ പേപ്പറിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. കുത്തിവരച്ചും ഒട്ടും ഭംഗിയില്ലാതെയും പരീക്ഷാ പേപ്പറിൽ ആൻസേഴ്സ് എഴുതാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പേപ്പർ നോക്കിയിട്ടാണ് അവിടെ മാർക്ക് ലഭിക്കുന്നത്. ഒത്തിരി പേപ്പേഴ്സ് ടീച്ചേഴ്സിന് നോക്കാനുണ്ടാവും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് അല്ലേ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ പേപ്പറിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് കുത്തിവരച്ചും വെട്ടിത്തിരുത്തിയും ഒക്കെ ആണെങ്കിൽ അത് നോക്കുന്ന ടീച്ചറിന് മാർക്ക് ഇടാനുള്ളൊരു ടെൻഡൻസി വളരെ കുറവായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നോക്കുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുന്നത്, നോക്കിയത് പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ലാത്ത എഴുതിയ പേപ്പറാണ് എന്ന് തോന്നിക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൊക്കെ നന്നായിട്ട് വരച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് പോയിന്റ് ആയിട്ട് വൃത്തിയായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒത്തിരി വാരി വലിച്ച് എഴുതുന്നതിന് പകരം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമ്മുടെ കുഞ്ഞിലേ തുടങ്ങി നമ്മുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഈ ഒരു രീതിയിലാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ എഴുതിയാലാണ് മനസ്സിലാക്കാൻ പറ്റുക. ചിലപ്പോൾ ഒരു ആൻസർ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു സ്പേസ് വിട്ടിട്ട് തൊട്ടടുത്ത ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും അല്ലേ? നേരത്തെ പ്രത്യേകം പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ തന്നെ ആൻസർ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ പ്രത്യേകമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റായിട്ട് എഴുതി കഴിഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വിട്ടുപോയാലും നമ്മുടെ മാർക്ക് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും എങ്ങനെ പഠിച്ചു എന്നത് വാലുവേഷൻ നടത്തുന്നത് നിങ്ങൾ എഴുതിയ ആ 2 മണിക്കൂറിൻ്റെ പരീക്ഷാ പേപ്പർ നോക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷാ പേപ്പറിൽ വളരെ നന്നായിട്ട് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്